ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ എരിയാട് എന്ന സ്ഥലത്താണ്. എൻ്റെ കൂടെ ഉള്ളത് ആദിത്യയുടെ അച്ഛൻ രാജേഷ്, അമ്മ പ്രിൻസി, ചേട്ടൻ ആകാശ്. മോൾക്ക് അവിടെ വരുമ്പോഴത്തേക്കിന് അറിയായിരുന്നു ക്യാൻസർ ആയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ? എന്ത് പറഞ്ഞിട്ടാ അപ്പൊ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? എന്തോ പറഞ്ഞു കൊണ്ടുവന്നു. ഇല്ല, ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തൃശ്ശൂരിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അറിഞ്ഞപ്പോ പോന്നിട്ട് ഇവളോട് പറഞ്ഞു. പിന്നെ എങ്ങനെ തുടങ്ങിയത്? കാലുവേദനയായിട്ട് ആണ് ഇവൾക്ക് തുടങ്ങിയത്. അപ്പൊ ഒരു കാലുവേദനയായിട്ട് കുറച്ച് ദിവസം തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ ഇവളെ അമ്മ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നിട്ടാണ് പിന്നെ ഇവിടുന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നത്. അവിടെ വന്നിട്ടാണ് ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം അന്ന് രാത്രി വന്ന് അന്ന് തിരുവനന്തപുരത്ത് വന്നന്ന് രാത്രിയാണ് എത്തിയത്. പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ ലൂർദ് മാതയിൽ വന്നത്. എങ്ങനെ ലൂർദ് മാതയിലോട്ട് എത്തിയത്? അത് അവിടെ വന്ന ഒരു വണ്ടിക്കാരൻ ബിജുവോ അവനാണ് എന്നോട് പറഞ്ഞ ഇങ്ങനെ ലൂർദ് മാതയിൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനൊരു ഇതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ആ വണ്ടിക്ക് അങ്ങോട്ട് വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ലൂർദ് മാത കേരള താമസവും? അത് നല്ല ഇതായിരുന്നു അവിടെ. അപ്പോൾ തെരേസമ്മ സിസ്റ്ററും പിന്നെ അതുപോലെ തന്നെ 2 സിസ്റ്റർമാർ വേറെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനുണ്ടായിരുന്നു, നമ്മളെ ഇപ്പൊ ഇരിക്കുന്ന അച്ഛൻ. പിന്നെ അവിടെ വേറെ ഒരു സഹായി വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവരായിട്ടും പിന്നെ അവിടെ ഇതേമാതിരി വയ്യാണ്ട് വന്നിരുന്ന ആൾക്കാരായിട്ടും ഒക്കെ ഇടപഴകി ഒക്കെ അവിടെ ഇങ്ങനെ നമ്മൾ നടന്നിരുന്നു. പിന്നെ ഇവരേതായ അസുഖങ്ങൾക്ക് വേണ്ടി കണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ ലൂർദ് മാതയ്ക്ക് വേണ്ടി കണ്ട് നമ്മൾ അവിടെ ഈ ഹോസ്പിറ്റലിൽ പോകാത്ത ടൈമിന് അവരുടേതായ ഈ മറ്റേ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ, മറ്റേ കൊള്ളി നടാനും ഈ അതിനൊക്കെ പോയിരുന്നെങ്ങ്. പിന്നെ തെങ്ങ് കയറിനോടത്ത് പോയി കണ്ട് തേങ്ങ കൊണ്ടുവരാനും അതിന് അവിടുത്തെ എന്ത് പണിയുണ്ടെങ്കിലും അച്ഛനും അവരൂരൊക്കെ വന്ന് പറയുമ്പോ ഞങ്ങൾ അവിടെ 3-4 ആൾക്കാർ അപ്പൊ പോകും. ഞങ്ങൾ അവരെ വണ്ടിയായിട്ടൊക്കെ പോയി പണിക്കൊക്കെ പോയിരുന്നത്. അത് ഞങ്ങക്ക് വേറെ ഹോസ്പിറ്റലിൽ പോകാനോ കാര്യങ്ങളും ഇല്ലാത്ത ടൈമിലാണ് അവർ വിളിക്കണ കേട്ടാ. അപ്പൊ നമ്മ അവിടെ വെറുതെ ഇരിക്കാനല്ല. അപ്പൊ ആ ടൈമിൽ നമ്മ പോയി കണ്ട് അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അത് ഞമ്മക്കും കൂടിയും വേണ്ടി കണ്ടെന്നുള്ള ധാരണയാണ് ഞമ്മക്കുള്ളത്. അതങ്ങനെ തന്നെയാണത് അവിടെ. അല്ലാണ്ട് അവർക്ക് മാത്രം ചെയ്യാൻ വേണ്ടി കണ്ട് പോണല്ലോ. നമ്മയും അവിടെ നിൽക്കണല്ലേ ഇവിടെ ഈ മോളായിട്ട് ചെന്നിട്ട്. അങ്ങനെ ഞങ്ങൾ കുറെ ആൾക്കാർ അവിടെ നിന്ന് നിൽക്കുന്നു. അപ്പോൾ പത്തനംതിട്ടക്കാരുണ്ട്, കൊല്ലത്തുള്ളവരുണ്ട്, ഇടുക്കിക്കാരുണ്ട്, എല്ലാ ജില്ലക്കാരും അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പണികളൊക്കെ ഞമ്മ അവിടെ ആയിട്ടും പിന്നെ അവിടെ പുറത്തായിട്ടും ഒക്കെ ചെന്ന് ഞമ്മ സഹായിച്ചൊക്കെ കൊടുക്കും അവിടെ നിന്നിട്ട്. അപ്പം ഇവിടുത്തെ ചെലവും അവിടുത്തെ ട്രീറ്റ്മെന്റും ഫാമിലി എല്ലാം കൂടെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയത്, ബാലൻസ് ചെയ്ത് നിങ്ങൾ? അത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ ഫുഡും റൂമൊക്കെ ഫ്രീ ആയിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആദ്യം മുകളിൽ റൂമിലാണ് എടുത്തെങ്കിലും പിന്നെ ഇവർക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് സിസ്റ്റർമാരെല്ലാവരും കൂടെ അടിയിലോട്ടാക്കി തന്നു. പിന്നെ നമുക്ക് അവിടെ 6.5 മാസം ഞങ്ങൾ അവിടെ നിന്ന് 6.5 മാസം അവിടെ നിന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫുഡ് റൂമൊക്കെ നമുക്ക് ഫ്രീ തന്നെയാണ്. അത്രയും ദിവസം നമുക്ക് വേറെ പുറത്ത് റൂം എടുത്ത് താമസിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റൂല. അപ്പം മറ്റുള്ളവരെ സഹായം എല്ലാം കൊണ്ടാണ് ഞങ്ങൾ അവിടുത്തെ ഫുഡും റൂമും ഫ്രീ ആണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. വേറൊരു പുറത്ത് റൂമിലാണ് നമുക്ക് എടുക്കണം, ഞങ്ങൾക്കൊണ്ട് താങ്ങൂലായിരുന്നു. പിന്നെ എല്ലാവരും ഇപ്പം അച്ഛനും സഹായിച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രാർത്ഥനയായിട്ടും എല്ലാ സഹായവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ സിസ്റ്റർമാരെ പ്രാർത്ഥന എല്ലാം കൊണ്ടാണ് എൻ്റെ മോളെ കാല് തിരിച്ച് കിട്ടിയത്. ഞങ്ങൾ 2 പ്രാവശ്യം അവിടെ അഡ്മിറ്റായിട്ട്
വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ സർജറി ചെയ്യണമെന്ന് കാലത്ത് കയറ്റിയിട്ട് 3.5 മണിക്കാണ് ഡോക്ടർ പറഞ്ഞത്. കാല് തിരിച്ച് കിട്ടിയിട്ടുള്ള സർജറിയാണ് പറഞ്ഞത്. അതുവരെ അവിടെ ഭയങ്കര പ്രാർത്ഥന, തിരികെടാണ്ട് പ്രാർത്ഥന തന്നെയായിരുന്നു അവിടെ. അപ്പം അത്രയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ മോള് ഇപ്പം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അച്ഛൻ പറഞ്ഞായിരുന്നു, നേരത്തെ അവിടെ വെച്ച് സംസാരിച്ചാൽ പറഞ്ഞായിരുന്നു ഒരു സസ്പെൻസിനെ കുറിച്ച്. അതിന്റെ റിവ്യൂ. അത് ഇത് തന്നെ ഡോക്ടർ പറഞ്ഞ് കാല് മുറിച്ച് കളയാനാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ലൂർദി വന്നിട്ട് അച്ഛനോട് പറഞ്ഞ്, ആദ്യത്തെ അച്ഛനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞല്ല, അങ്ങനെ വേറെ ആരും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ പറഞ്ഞ് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ്. പിന്നെ അവിടെ എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഡോക്ടർ തീർത്ത് പറഞ്ഞ് കാല് തിരിച്ച് കിട്ടൂല എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ അവിടെ ചെന്ന് പള്ളിയിലായാലും ഞാനും കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാവരും സഹായം കൊണ്ട് അവളെ നടത്തിക്കാനായിട്ടായാലും സർജറി കഴിഞ്ഞിട്ട് നടക്കാൻ ഡോക്ടർ പറഞ്ഞ ടൈമിൽ അവൾ നടക്കണ്ടായില്ല. അപ്പം അവിടെ സിസ്റ്റർമാരൊക്കെ വരും ഇവിടെ നടത്തിക്കാനായിട്ട്. തേരസമ്മ ഉണ്ടായിരുന്നു, കരുണാമ്മ, വേറെ ഒരു സിസ്റ്ററും കൂടെ ഉണ്ടായിരുന്നല്ലോ, ആദിത്യ, സ്റ്റെല്ലമ്മ. അപ്പം 3 പേരും വരാറുണ്ട്. അതുപോലെ അവിടെ ഞങ്ങൾ റൂമിൻ്റെ അപ്പുറം ഇപ്പുറമുള്ളവരെല്ലാവരും നമ്മളെ സഹായിക്കാനായിട്ട് നടത്തിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും സഹായം കൊണ്ടാണ്. അല്ലാണ്ട് എന്നെക്കൊണ്ട് ഒറ്റക്ക് അത്രയും നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത്. അപ്പം നമ്മൾക്കൊണ്ട് അവരെല്ലാവരും കൂടെ ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അത്രയും ഒരിക്കലും മറക്കില്ല, ഒരിക്കലും മരണം വരെ എൻ്റെ ഓർമ്മയിലുണ്ടാവും. നമുക്ക് നമ്മളെ വീട് പോലെ തന്നെ ഇരുന്ന്. മോള് കംപ്ലീറ്റ്ലി റിക്കവർ ആയോ? ഇനി സർജറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളെ വളർച്ച പൂർണ്ണമായിട്ടില്ല. അപ്പൊ അതിന് മുന്നേ ഒരു സർജറി കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ വന്നാലവിടെ തങ്ങുള്ളൂ. നല്ലൊരു സ്ഥലം അവിടെ കിട്ടൂല ഞങ്ങൾക്ക്. ഞങ്ങൾ സ്വീകരിക്കാണ്ട് നിന്നിട്ട് രണ്ടാമത് ഞങ്ങൾ വന്നതാണ് അവിടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ ദിവസങ്ങളിലും മാസങ്ങളിലും മറ്റേത് കുടുംബവും അനുഭവിക്കുന്നതിനേക്കാൾ വലിയ മനോവിഷമവും ഭാരവും പ്രിയപ്പെട്ട ആദിത്യയുടെ മാതാപിതാക്കളും അതുപോലെ ബന്ധുക്കളും എല്ലാം അനുഭവിക്കുന്നത് അടുത്ത് നിന്ന് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. എനിക്കൊന്ന് ഈ പ്രദേശം മുഴുവനും വലിയ ദുഃഖത്തിലായിരുന്നു. ഈ പ്രദേശത്ത് നിന്ന് അവിടേക്ക് എത്ര പേരാണ് പല സമയത്തായിട്ട് ഒഴുകിയെത്തിയതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. അത്രയേറെ ഞാൻ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് വന്നപ്പോൾ ശ്രദ്ധിക്കുകയാണ്, ഇവിടെ എല്ലാം വീടുകൾ അടുത്തടുത്ത് തിങ്ങി താമസിക്കുകയാണ് ആളുകൾ. അതിൻ്റെ തന്നെ നല്ലൊരു ഇഴയെടുപ്പം ഇവരുടെ ജീവിതത്തിലുണ്ടാവും നിശ്ചയമായിട്ടും. അതുകൊണ്ട് രാജേഷിൻ്റെയും പ്രിൻസിയുടെയും മകൾ മാത്രമല്ല ഇവിടെ ആദിത്യ. ഈ ഒരു സമൂഹത്തിൻ്റെ ചുറ്റുപാടിലുള്ള ഒരുപാട് ആളുകളുടെ വലിയ പ്രതീക്ഷയും അവരുടെ സ്വപ്നവും അവരുടെ കുടുംബത്തിൻ്റെ തന്നെ ഭാഗവുമാണ് നമ്മുടെ പ്രിയപ്പെട്ട ആദിത്യ. അത്ഭുതകരമായ വിധത്തിൽ ദൈവം തൊട്ട മകളാണ്. അത്രയും വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളിലൂടെ പോയ മോള് ഒരു മേജർ സർജറി കൂടാതെ സാധാരണ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് എല്ലാവരെയും ഇന്നും അതിശയിപ്പിക്കുന്നുണ്ട്. ഡോക്ടർമാരെ, മെഡിക്കൽ സംഘത്തെ, മാതാപിതാക്കളെ എല്ലാം അതിശയിപ്പിക്കുന്നുണ്ട്. ഞാനും ആ സൗഖ്യം കാണാനായിട്ട് ദൈവം എന്നെയും അനുവദിച്ചു. ആ സൗഖ്യം സ്വീകരിക്കാൻ മോളെ ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു അത്ഭുത ശിശുവാണ് എന്ന്. നിശ്ചയമായിട്ട് അവൾ ദൈവം തൊട്ട മകളാണ്. നമ്മൾ പറയാറില്ല ഈശ്വരാധീനമുള്ള മകളെന്ന് പറയുന്നില്ല, അങ്ങനത്തെ ഒരു മകളാണ്. ആ മകളെ ഈ രാത്രി 12:30 ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ വിട പറയുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഭാവിയിൽ മോൾക്കും മോളുടെ ബ്രദർ, മോൻ്റെ പേരെന്താണ്, ആകാശിനും എല്ലാം നേരുന്നു. മോൾ പറഞ്ഞതുപോലെ തന്നെ സ്വപ്നങ്ങളൊക്കെ ഉള്ളിലുണ്ടെന്ന് അച്ഛനറിയാം. എങ്കിലും